നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാതെ നിങ്ങളായിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് അവരുടെ മനസ്സിൽ എന്താണ്, എന്തുകൊണ്ടാണ് തുറന്ന് പറയാത്തത് അല്ലേ. അപ്പോൾ ഇന്നത്തെ അൺസെറ്റ് ഫീലിങ്സ് അവർ നിങ്ങൾക്കായിട്ട് അവരുടെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കാർഡ്സ് ഷഫിൾഡാണേ. നൈറ്റ് ഓഫ് സ്വാർഡ്സ്, 6 ഓഫ് സ്വാർഡ്സ്, കിങ് ഓഫ് കപ്സ്, അത് തന്നെയാണ് പ്രശ്നം. ഏസ് ഓഫ് സ്വാർഡ്സ്, ടെമ്പറൻസ്, ചാരിയറ്റ്, ഹെയറോഫൻറ്റ്, ഓക്കെ, 4 ഓഫ് വാൻഡ്സ്, 3 ഓഫ് സ്വാർഡ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും തുറന്നു പറയാൻ ഉള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ആസ് ഇറ്റ് ഈസ് ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ തന്നെ ഇരിക്കുന്നതായിട്ട് തന്നെയാണ് വീണ്ടും കാണുന്നത്. അവരുടെ പ്രശ്നം എന്താ അറിയോ, ഒന്നുകിൽ അവർ മാരീഡാണ്, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ്ഹുഡൊക്കെ നയിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. എനിക്ക് കൂടുതലായും നിങ്ങളുടെ പേഴ്സൺ മാരീഡാണ് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് കേട്ടോ. അവർക്ക് പല സമയത്തും തോന്നാറുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തണം, അവരുടെ ഫീലിങ്സിൽ നിങ്ങളെ കാണാതിരിക്കുമ്പോൾ കാണണം, അടുത്തേക്ക് ഓടിയെത്തണം, നിങ്ങളുടെ അടുത്ത് തന്നെ അവരുടെ ആഗ്രഹം തുറന്ന് പറയണം, അവരുടെ സ്നേഹം ഡിസ്ക്ലോസ് ചെയ്യണം എന്നെല്ലാം ഇവർ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഉടനെ അവരവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുകയാണ്. കാരണം ഈ പറഞ്ഞ പോലത്തെ കമ്മിറ്റ്മെൻറ്റ്സ് അവർക്കുണ്ട്. ഒന്നുകിൽ അവർ എവിടെയോ കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ്ഹുഡ് നയിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് മുന്നോട്ട് വന്ന് തുറന്ന് പറയാനൊരു പ്രയാസം അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ ഇവരുടെ ജോലി ഒരു തടസ്സമായിരിക്കാം. ഓക്കെ, മെയിനായിട്ട് യൂണിഫോംഡ് ജോബ്സിലൊക്കെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം, പ്രബല സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുമായിരിക്കാം. ഓക്കെ, അപ്പോൾ അവരുടെ ജോലിയൊക്കെ എഫക്റ്റഡ് ആവും. ഇത് പ്രീസ്റ്റ്ഹുഡ് ഉള്ള ആൾക്കാർക്കും ബാധകമായിരിക്കും കേട്ടോ. അതായത് ഇവർ അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ജോലിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ആ റിയലൈസേഷൻ അവർക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവരൊന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കേട്ടോ. റീസെൻ്റായിട്ട് ഏതെങ്കിലും ഒരു ഇവൻറ്റിലോ കല്യാണത്തിലോ ഒരു പാർട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പബ്ലിക് സ്പേസിൽ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ആ കണ്ട സമയത്ത് ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് ഒന്ന് സംസാരിക്കണം, കാര്യങ്ങൾ തുറന്ന് പറയണമെന്നവർ തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സ്വയം സ്റ്റോപ്പ് ചെയ്തു എന്നാണ് കാണുന്നത്. കാരണം അവർ ചിന്തിക്കുന്ന ഇത് തുറന്ന് പറഞ്ഞ് നിങ്ങളെയും കൂടി ഈ റിലേഷനിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഹാർട്ട് ബ്രേക്കിൽ തന്നെ അവസാനിക്കും. അതിലും ഭേദം മിണ്ടാതിരിക്കുകയാണ് എന്നുള്ള ചിന്തയാണ് അവർക്ക്. ഓക്കെ.